അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് പിയർ ഗ്രൂപ്പ്സ്. ആണ് പിയർ ടോപ്പോളജി ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഏതെല്ലാം റൗട്ടേഴ്സ് ആണ് EBGP റൗട്ടേഴ്സ്? R1 ആൻഡ് R2. അതിൽ യാതൊരു സംശയമില്ലല്ലോ, R1 R2 ആണ്. അപ്പോ ഇവിടെ കോമൺ ആയിട്ട് കുറച്ച് തിങ്സ് വരുന്നുണ്ട്. ഓക്കെ, R3യിൽ നിന്നും ഇങ്ങോട്ട് പറയുമ്പോൾ ഓക്കെ കോമൺ ആയിട്ട് കുറെ കാര്യങ്ങൾ വരും. ഇവിടെ ഇങ്ങോട്ടും എന്താണ് കോമൺ ആയിട്ട് വരും, ഇങ്ങോട്ടും എന്താണ് കോമൺ ആയിട്ട് വരും. അപ്പൊ നമ്മൾ ഇവിടെ മെയിൻലി ഉദ്ദേശിക്കുന്നത് R3നെ ബേസ് ചെയ്ത് വരുന്ന കോൺഫിഗറേഷനെ കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ബാക്കി എല്ലാ റൗട്ടേഴ്സിനകത്തും നിങ്ങൾ സാധാരണ ചെയ്യുന്ന കോൺഫിഗറേഷൻ തന്നെയാണ് വരുന്നത്. എന്നാൽ R3ക്ക് ഒരു പ്രത്യേകതയുണ്ട്. R2ലോട്ട് പോകാനും അല്ലെങ്കിൽ R2 R4 ആയിട്ട് കോൺടാക്ട് ചെയ്യാനും R4 R5 ആയിട്ട് കോൺടാക്ട് ചെയ്യാനും ആരെയാണ് കോൺടാക്ട് ചെയ്യുന്നത്? അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നോക്കാം, R3 അല്ലെ. അപ്പൊ R3 വഴിയാണ് ഈ കാണുന്ന 3 റൗട്ടേഴ്സും പരസ്പരം എന്ത് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ R3 പറയുന്ന റൗട്ടറിന് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അതായത് R2ലോട്ട് കോമൺ ആയി വരുന്ന ഒരു കാര്യമാണ് റിമോട്ട് AS200, റൈറ്റ് അല്ലേ? R3ന് R2ലോട്ടും R4ലോട്ടും R5ലോട്ടും റിമോട്ട് AS സെയിം അല്ലേ? യെസ്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഓഫ് സെൽഫും പറഞ്ഞു കൊടുക്കണ്ടേ? ബിക്കോസ് ഇയാൾ മാത്രമാണ് EBGP, റൈറ്റ്? IBGPയിലോട്ട് നമ്മൾ എന്ത് പറയണം? അതായത് R2ന്ന് R3ലോട്ടും പറയണം. അതുപോലെ തന്നെ R3യിൽ നിന്നും കോമൺ ആയിട്ട് എല്ലാ റൗട്ടേഴ്സിലോട്ടും പറയണ്ടേ അല്ലേ? ആയിട്ട് വരുന്നുണ്ട് നെക്സ്റ്റ് ഓഫ് സെൽഫ് എല്ലാത്തിലും പറഞ്ഞു കൊടുക്കും. അതേപോലെ തന്നെ R3 പറയുന്ന റൗട്ടർ എന്താണ്, ഒരു IBGP റൗട്ടർ ആണ്. ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ എങ്ങോട്ട് അപ്ഡേറ്റുകൾ സെൻഡ് ചെയ്യില്ല? R2ലോട്ടോ R4ലോട്ടോ R5ലോട്ടോ എന്ത് ചെയ്യില്ല, അപ്ഡേറ്റുകൾ സെൻഡ് ചെയ്യില്ല. അങ്ങനെ അപ്ഡേറ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നൈബേഴ്സിലോട്ട് എന്ത് ചെയ്യാൻ പറയണം? ഒന്ന് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി പറയണം. കഴിഞ്ഞ ദിവസം പഠിച്ചതിനകത്ത് ഫസ്റ്റ് സൊല്യൂഷൻ ആയിരുന്നു. അതും കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമല്ലേ? ഞാനിവിടെ ഒരു 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഇതുപോലെ ഒരു CCI ലെവലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതിന് പകരം നമുക്ക് എത്ര നൈബേഴ്സ് ഉണ്ട്? 3 നൈബേഴ്സ് ഉണ്ട്. അതിന് പകരം നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു ഗ്രൂപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഗ്രൂപ്പിലോട്ട് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ 3 പറഞ്ഞിട്ടുള്ളൂ, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, 3 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം ഒരുപാട് വലിയ ടോപ്പോളജി ആണ്, ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. എന്നതിന് ശേഷം നമ്മൾ പറയുന്നത് എന്താണ്, എന്റെ നൈബേഴ്സ് ആരൊക്കെയാണ്? 2.1, 3.1, 4.1. ഇതിലോട്ടെല്ലാം ഞാൻ ആരെയും മാത്രം പബ്ലിഷ് ചെയ്യുന്നുള്ളൂ? ഏത് ഗ്രൂപ്പിനെ മാത്രം പബ്ലിഷ് ചെയ്യുന്ന നോക്കിക്കേ? DTT പറയുന്ന ഗ്രൂപ്പിനെ മാത്രം പബ്ലിഷ്. ചുരുക്കി പറഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു DTT പറയുന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഗ്രൂപ്പിലോട്ട് കോമൺ ആയി വരുന്ന കമന്റ്സ് ഉണ്ടാവില്ലേ, അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലോട്ട് അതെല്ലാം ആഡ് ആയില്ലേ? ഇനി ആ ഗ്രൂപ്പിനെ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, നൈബറിലോട്ട് പബ്ലിഷ് ചെയ്താൽ മതി. ഇത് നിങ്ങൾക്ക് ഈ ടോപ്പോളജി കാണുമ്പോൾ വളരെ കുഞ്ഞു ടോപ്പോളജി തോന്നും. റിയൽ ടൈമിൽ ഇതിന്റെ എണ്ണം എന്തായിരിക്കും? ഇവിടെ 3 ആണെങ്കിൽ 300 ഒക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു കമാൻഡ് വളരെ യൂസ്ഫുൾ ആയിരിക്കില്ലേ? ഇൻഡിവിജ്വലി ഓരോന്നിലോട്ടും 3 കാര്യങ്ങൾ വെച്ച് പറയുന്നതിന് പകരം ഒരൊറ്റ കമാൻഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാത്തിലോട്ടും പബ്ലിഷ് ചെയ്യാം. പറഞ്ഞൊരു ഐഡിയ കിട്ടിയോ? നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പറയാനുള്ള കാര്യങ്ങൾ കോമൺ ആയിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ആ ഗ്രൂപ്പിലോട്ട് അസോസിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഗ്രൂപ്പിന് എന്ത് ചെയ്യുക, നൈബേഴ്സിലോട്ട് പറഞ്ഞു കൊടുക്കുക. ആ ഗ്രൂപ്പിനകത്ത് എന്തെല്ലാം കണ്ടന്റ്സ് ഉണ്ട്? കോമൺ ആയി വരുന്ന കണ്ടന്റ്സ് ഓൾറെഡി നമ്മളോട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈസി അല്ലേ? പക്ഷെ ഈ ടോപ്പോളജിക്കകത്ത് എവിടെ മാത്രം ചെയ്യാൻ സാധിക്കുള്ളൂ? R3 പറയുന്ന റൗട്ടറിനകത്ത് മാത്രം ചെയ്യാൻ സാധിക്കുള്ളൂ. ബിക്കോസ് അയാൾ വഴിയാണ് എല്ലാ റൗട്ടേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പൊ ഇങ്ങനെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് തിങ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ID യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ എന്താണ്, നമുക്ക് ഇൻഡിവിജ്വലി നൈബേഴ്സിലോട്ട് 3-4 കമാൻഡ് പറയേണ്ട സ്ഥാനത്ത് ജസ്റ്റ് ഒരു അപ്ലൈ കമാൻഡ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പൊ എത്ര നൈബേഴ്സ് ഉണ്ടെങ്കിലും ജസ്റ്റ് ആ ഗ്രൂപ്പിനെ മാത്രം എന്ത് ചെയ്താൽ മതി, നൈബേഴ്സിലോട്ട് പബ്ലിഷ് ചെയ്താൽ മതി. പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഇതിലുണ്ടെങ്കിൽ ചോദിക്കും, അല്ലെങ്കിൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് ലാബിലോട്ട് കിടക്കാലോ. ഇത് സെയിം റൗട്ട് റിഫ്ലക്ടർ മെത്തേഡില് ഗ്രൂപ്പ് ആയിട്ട് ചെയ്യുന്നു. നമുക്കിപ്പോ ഞാൻ പറഞ്ഞല്ലോ, കോമൺ ആയി വരുന്ന ഒരു കാര്യമാണ് എന്റെ നൈബർ ഏസ് ആരാണ്, 200 അല്ലെ? എല്ലാ റൗട്ടിനും തീർത്തിട്ടുണ്ട്. R3യുടെ കേസിൽ എടുക്കാം. R3യുടെ കേസിൽ പിന്നെ എനിക്ക് പറയേണ്ടത് നെക്സ്റ്റ് ഓഫ് സെൽഫ് എല്ലാത്തിനും കോമൺ ആയി വരുന്നതാണ്. അതേപോലെ തന്നെ റൂട്ട് റിഫ്ലക്ടർ എനിക്ക് കോമൺ ആയിട്ട് എല്ലാത്തിനും പറഞ്ഞാൽ മാത്രമേ അപ്ഡേറ്റുകൾ സെൻഡ് ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ കോമൺ ആയി വരുന്ന ഐഡിയാസ് അല്ലെങ്കിൽ നമുക്ക് കമാൻഡ്സിനെ ഒരു ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിലോട്ട് എന്ത് ചെയ്യാം,
ആ ഗ്രൂപ്പിന് എന്ത് ചെയ്യാം, നൈബേഴ്സിലോട്ട് പബ്ലിഷ് ചെയ്യാം. ആ ഗ്രൂപ്പിനകത്ത് എന്തുണ്ട്, നമ്മൾ കോമൺ ആയിട്ട് ആഡ് ചെയ്ത കാര്യങ്ങളുണ്ട്. ഒരു ചെറിയ കൊച്ചിനെ വിളിച്ചിട്ട് അവന് ഓരോ പ്രാവശ്യം വിളിച്ച് ഓരോ മിഠായി കൊടുക്കുന്നതിന് പകരം ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഒരു മിഠായി എന്ത് ചെയ്യുന്നു, ചെറിയൊരു പാക്കിനകത്താക്കി കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെ അല്ലെ. ഇൻഡിവിജ്വലി ഞാൻ എന്ത് ചെയ്യണം, ഓരോ കുട്ടികളെ വിളിച്ചിട്ട്, മനസ്സിലായോ? എങ്കിലും 30 സ്റ്റുഡൻസ് ഉണ്ട്. ആ 30 സ്റ്റുഡൻസ് R3 പറയുന്ന ഞാനാ മാസ്റ്റർ വിചാരിച്ചത്. ആ 30 സ്റ്റുഡൻസിനോട് ഞാൻ വിളിച്ചിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കോമൺ ആയി വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, എവരി പേഴ്സണിന് സെപ്പറേറ്റ് ടൈമിൽ ഞാൻ എടുത്തു കൊടുക്കുകയാണ്. അത് വേസ്റ്റിൽ ആക്ച്വലി ആ സംഗതി കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ആ 3 പേരെ വിളിച്ചിരുത്തിയിട്ട് ഒരുമിച്ച് അങ്ങോട്ട് പറഞ്ഞാലോ, ഒറ്റ എഫേർട്ടിൽ തീർന്നില്ലേ? നിങ്ങൾ അതാ ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്റെ ഉദ്ദേശ ശുദ്ധി മനസ്സിലായോ? ഓക്കെ. ഓക്കെ, അപ്പൊ കോമൺ വരുന്ന കാര്യങ്ങൾ ഇതിപ്പോ നിങ്ങൾ ഇവിടെ തിങ്ക് ചെയ്യുമ്പോൾ ഇത് ചെറിയൊരു ടോപ്പോളജിയാണ്. പക്ഷെ റിയൽ ടൈമിലോട്ട് പോകുന്ന സമയത്ത് പിന്നെ BG അല്ലെങ്കിൽ ISP ലെവൽ നമുക്ക് പോകുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ പിയർ ഗ്രൂപ്പ് എന്നൊക്കെ കാണുന്ന സമയത്ത് മനസ്സിലാക്കിക്കോളാം, ഓ ഒരുപാട് കോമൺ വരുന്ന കണ്ടന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. സോ ആ നിൽക്കുന്ന റൗട്ടർ എന്തായിരിക്കും, മറ്റുള്ള റൗട്ടേഴ്സ് ആയിട്ട് കോമൺലി കണക്ട് ആയിരിക്കുന്ന ഒരു റൗട്ടർ ആയിരിക്കും. അല്ലാതെ ഈ പറഞ്ഞ കോൺഫിഗറേഷൻ നമുക്ക് എവിടെ ചെയ്യാൻ സാധിക്കില്ല, R2നകത്തോ R4നകത്തോ R5നകത്തോ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ബിക്കോസ് അവരെല്ലാവരും ഇൻഡിവിജ്വലി കിടക്കുന്ന ആൾക്കാരാണ്. എന്നാൽ R3 അങ്ങനെയല്ല, നമ്മുടെ ടോപ്പോളജിക്കകത്ത് തന്നെ മറ്റു പല റൗട്ടേഴ്സ് ആയിട്ട് എന്താണ് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. അപ്പൊ കോമൺ ആയിട്ടുള്ള കമാൻഡ് എവിടെ വരും, നമ്മുടെ R3 കകത്ത് വരും. അങ്ങനെ കോമൺ ആയി വരുന്ന കമാൻഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്യുന്നു, ആ ഗ്രൂപ്പിന് പബ്ലിഷ് ചെയ്യും. That's all. Clear അല്ലേ? ബാക്കി എല്ലാ റൗട്ടേഴ്സിലും R4ലും നോർമൽ കോൺഫിഗറേഷൻ R5ലും വേറെ ഇൻഡിവിജ്വലി നമ്മൾ കോൺഫിഗറേഷൻ ഒന്നും സാധാരണ വരുന്നില്ലല്ലോ. ചെയ്യുന്ന പോലെ വേറെ ജസ്റ്റ് BGP മാത്രമല്ലേ വരുന്നുള്ളൂ. ആ BGP ഇനീഷ്യൽ കോൺഫിഗറേഷൻ BGP അഡീഷണൽ ആയിട്ട് ഓക്കെ. വേറെ ഒന്നും വരുന്നില്ല. ഓക്കെ. R2 R3ലോട്ട് നെക്സ്റ്റ് സ്റ്റോപ്പ് സെറ്റ് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ. അയാൾ BGP ആയതുകൊണ്ട് നൈബർ ഓട്ടോമാറ്റിക് ചേഞ്ച് ചെയ്യില്ല പോകും. അതുപോലെ അവിടെയും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ. ഇതിൽ കാണുന്നുണ്ട് കോൺഫിഗറേഷൻ ഉണ്ടോന്ന് അറിയില്ല, ചെക്ക് ചെയ്യാൻ നോക്കാം. ചാൻസ് കുറവ്.
ബാക്കിയുള്ള ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇല്ല, നമുക്ക് ആദ്യം കൂടി ചെയ്യാം. Okay. ഒന്നിലും കോൺഫ്യൂഷൻ ഇല്ല. യെസ്, നമ്മൾ R1 തീർന്നു. ഇനിഷ്യലി ചെയ്യുന്നു, റൗട്ടിങ് ചെയ്യുന്നു, ഒരുമിച്ച് തന്നെ ചെയ്തു. കോൺഫ്യൂഷൻ കൂടി കയറുന്നു. Phase 1. I add 1.0.0.1, then 5.0.0. Replace S1/0. And 190, 168, 1 mask dot 5.6 exit. PGP outer PGP outside 1. നമുക്ക് അടിക്കാനുള്ള നൈബർ അല്ലേ, നൈബർ 161.8 AS നോൺ ഇക്വൽ മാത്രം പറഞ്ഞു കൊടുക്കാനുള്ളൂ. 1.0.0.0 5.0.0. It works 192, 1.6 mask 5.5. എല്ലാം കഴിഞ്ഞു. നെറ്റ്വർക്ക്സ് ആഡ് ചെയ്തു, റൗട്ടർ ആഡ് ചെയ്തു, ഒരു നൈബർ ഉള്ളൂ, ആ നൈബറും പറഞ്ഞു കൊടുക്കുക. എല്ലാം മുട്ടേഷൻ മോഡിൽ കയറുന്നു. S10 92, 1.2 then add 2.1. ഉണ്ട്. area outer control yes the outer ID dot 9% ആൾ വരുന്നുണ്ട്. 192.168 on remote is നമുക്ക് 2.1 ഒരു നൈബറാണ്. രണ്ട് remote is 2.2 2.2 on 1.0
പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുക്കാനുണ്ട്. R2 EBGP റൗട്ടറാണ്. R3 എന്താണ്? IBGP ആണ്. അപ്പൊ നമുക്ക് നൈബർ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ക്ലൗഡ് ടൂലോട്ട് നമ്മൾ എന്തുകൂടി പറഞ്ഞു കൊടുക്കേണ്ടി വരും? അഡീഷണൽ ഇത് മാത്രമേ വരുന്നുള്ളൂ. എക്സ്ട്രാ സെൽഫ് അല്ലെ പറഞ്ഞു കൊടുക്കണ്ടേ? ഇത് EBGP ആണ്, മറ്റുള്ള IBGP ആണ്. തീർച്ചയായിട്ടും പറഞ്ഞു. അതോടുകൂടി ആ റൗട്ടർ കഴിഞ്ഞു. ഇനി നമുക്ക് R3 ഇപ്പൊ കോൺഫിഗർ ചെയ്യേണ്ട. R3 നമുക്ക് ലാസ്റ്റ് മെയിൻ റൗട്ടർ അല്ലേ. ബാക്കി എല്ലാത്തിലും കോമൺ ആയി വരുന്ന കമാൻഡ് ആയതുകൊണ്ട് അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് R3 മാത്രം നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അത് ലാസ്റ്റ്. ബാക്കി എല്ലാത്തിലും കോമൺ ആയി വരുന്നുണ്ട്. അതായത് R4 ഇന്റർഫേസ് രണ്ട് ഇന്റർഫേസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് VGP-യോട് കിടക്കാം. VGP ready for 192.168.3 area. നമുക്ക് ആ ഒരു നൈബറോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 192.168. Backprint 4.0.0. അതോട് കഴിഞ്ഞു റൗട്ടർ ഐഡി പറഞ്ഞു കൊടുത്തു, റിമോട്ടൈസ് പറഞ്ഞു കൊടുത്തു, നോൺ നെറ്റ്വർക്ക് അഡ്രസ്സും പറഞ്ഞു. നമുക്ക് R5 S1/3 192.168. outside once a 198. I don't
രണ്ടെണ്ണം ഉണ്ട്, അത് പറഞ്ഞു. ബാക്കി എല്ലാത്തിലും എന്താണ് കോമൺ കമാൻഡ്സ് ആണ്, യാതൊരു വ്യത്യാസവും R3 നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? R3 നിന്നും നൈബേഴ്സ് എല്ലാം കോമൺ ആയിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ആദ്യം ഇനീഷ്യൽ കോൺഫിഗറേഷൻ ചെയ്തതിന് ശേഷം റൗട്ടിങ് ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ആ ഗ്രൂപ്പിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? പബ്ലിഷ് ചെയ്താൽ മതി. കോൺഫിഗറേഷൻ കൂടി കയറുള്ളൂ, സെയിം തന്നെ വ്യത്യാസമില്ല. After exit interrupt exit 1 API 92 168 ask to dot routers initial configuration അപ്പാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാ ഇന്റർഫേസും അപ്പാണ്, ബാക്കെല്ലാം അപ്പാണ്. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ കോൺഫിഗറേഷൻ കഴിഞ്ഞ് റൗട്ടിങ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്? ഗ്രൂപ്പ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 200 കയറാം. router BGP router ID. ഇനി കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അതിന് ആദ്യം നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഒരു പിയർ ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ടാസ്ക് എന്താണ്? പിയർ ഗ്രൂപ്പ് ക്രിയേറ്റ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് നൈബർ ക്രിയേറ്റ് ചെയ്യണം. എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് നെയിം എന്തെങ്കിലും ഇട്ട് കൊടുക്കണം, രണ്ട് പേര് ഇട്ട് കൊടുക്കും. അതിന് ശേഷം എന്തിനു വേണ്ടിയിട്ടാണ് പിയർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ? ഒരു പേര് കൊടുക്കും. ഗ്രൂപ്പ് ക്രിയേറ്റ് ആയി. ഈ ഗ്രൂപ്പിലോട്ട് കോമൺ ആയി വരുന്ന കമാൻഡ്സ് എന്തൊക്കെയാണ് അത് നമ്മൾ ആഡ് ചെയ്തു. നൈബർ DTT റിമോട്ട് നേസ് എല്ലാവർക്കും കോമൺ ആണ്. ഓക്കെ, നമുക്ക് DTT കോമൺ ആയി വരുന്നത് നെക്സ്റ്റ് പിന്നെന്താണ്? കോമൺ ആയിട്ട് വരുന്ന എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കും. ഇനി ഓരോ നൈബറിലോട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഗ്രൂപ്പിനെ മാത്രം എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് പബ്ലിഷ് ചെയ്താൽ മതി. നൈബർ ഫസ്റ്റ് നൈബർ 191.168 അല്ല കണക്ഷൻ 168 1 ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കണ്ടന്റിന്റെയും ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിനെ മാത്രം നമ്മൾ പബ്ലിഷ്. പിയർ ഗ്രൂപ്പ് എന്താണ്? നമ്മൾ പിയർ ഗ്രൂപ്പ് പേര് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് എല്ലാ നൈബറും ജസ്റ്റ് ആഡ് ചെയ്ത് ഒരൊറ്റ കമാൻഡ് പറഞ്ഞാൽ മതി. എത്ര നൈബേഴ്സ് വരികയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഈ ഒരു പറയുന്ന ഒരു വാല്യൂ മാത്രം മാറ്റി കൊടുത്താൽ മതി. അപ്ലൈ ചെയ്യുന്ന വാല്യൂ. ഇനി കോമണായി വരുന്ന നെറ്റ്വർക്ക്സ് ആഡ് ചെയ്യണം, അത് ആഡ് ചെയ്തിരിക്കാൻ പറ്റില്ല, അത് വേറെ പറയാണ്. നെറ്റ്വർക്ക് നമ്മുടെ സ്വന്തം റൗട്ടിനകത്ത് കൊടുക്കുന്ന കേസിൽ നെറ്റ്വർക്ക് ഏതൊക്കെയാണ് വരുന്നത്? നമുക്ക് നെറ്റ്വർക്ക് R3 3 വരുന്നുണ്ട് അല്ലെ? 3.0 നമുക്ക് 8 192 168 2.0 2 പറയുന്ന നൈബർ വരുന്നുണ്ട്, 3 പറയുന്ന നൈബറില്ല നെറ്റ്വർക്ക് വരുന്നുണ്ട്. അതേപോലെ 4 എല്ലാം പബ്ലിഷ് ആയി കഴിഞ്ഞു, എല്ലാം ചെയ്തു. അപ്പോ
നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഇനീഷ്യൽ റൗട്ടിങ് ചെയ്തു അതേ എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. BGP അതുകൊണ്ട് കുറച്ച് ചെറിയൊരു ഡിലേ ഉണ്ടാവും. എന്നിരുന്നാലും R1 കയറിയിട്ട് എല്ലാ നെറ്റ്വർക്കും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തത്. IP എല്ലാ ലൂബാക്ക് എത്തിണ്ടോ നോക്കിയാൽ മതി. ഒരു ലൂബാക്ക് മിസ്സിംഗ് നടപ്പായത് അപ്ഡേറ്റ് വരുന്നേ ഉണ്ടാവും. എല്ലാ ലൂബാക്കും നോക്കിയാൽ അതും വന്നു വരും. ക്ലിയർ? ഇനി നമുക്ക് R3യുടെ ടേബിൾ കൂടി ചെക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ കണ്ടന്റും വന്നു. ഓക്കെ, ഇനി നിങ്ങൾ റൺ എടുത്ത് കഴിഞ്ഞാൽ എല്ലാ നെറ്റ്വർക്ക്സും ഗ്രൂപ്പിനകത്ത് പബ്ലിഷ് ആയതാണ്. പ്രോട്ടോകോളിനകത്ത് കയറി നോക്കിയാൽ മതി. എന്താണ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, അതിനകത്ത് കോമൺ ആയിട്ട് 4 കാര്യങ്ങൾ ആഡ് ചെയ്തു, എന്നശേഷം നൈബേഴ്സിലോട്ട് ആ ഗ്രൂപ്പിനെ മാത്രം നമ്മൾ പബ്ലിഷ് ചെയ്തു. ഇതാണ് ഇതിനകത്ത് വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. ഇതിന്റെ റിയൽ എഫക്റ്റ് കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് 3 എന്നുള്ളൊരു 30 ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിനുള്ള കാര്യം മനസ്സിലാവും. അപ്പൊ നമുക്ക് ആകെ 3 റൗട്ടർ വരുന്നു. 3 നൈബറിലോട്ട് മാത്രം ഈ ഗ്രൂപ്പ് പബ്ലിഷ് ചെയ്താൽ മതി. എന്നിരുന്നാലും അറിഞ്ഞിരിക്കുക, ഇങ്ങനെ നമുക്കൊരു 4 കാര്യങ്ങൾ ആഡ് ചെയ്തതുപോലെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് BGP വരുന്നുണ്ട്. നമ്മൾ CCSP പറയുന്ന കോഴ്സ് ഡെപ്ത് സർവീസ് പ്രൊവൈഡർ ആ സമയത്ത് വളരെ ഉപകരിക്കത്തോ. ഇത് ക്ലിയർ അല്ലേ? പിയർ ഗ്രൂപ്പ് എന്തിനാന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഒത്തിരി വലിയ സെയിം ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്ന സമയത്ത് അവരൊരു ഗ്രൂപ്പിനകത്ത് പബ്ലിഷ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിനെ നൈബേഴ്സിനോട് പബ്ലിഷ് ചെയ്യും. ഇത്രേ ഉള്ളൂ സിംപ്ലി പറയുന്നുണ്ടെങ്കിൽ. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക് കിടക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. ബാക്കിയുള്ള സേവ് ചെയ്ത് റൈറ്റ്. അടുത്ത നമ്മുടെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ് BGP path attributes. BGP path attributes. അടുത്ത കോമൺ ആയിട്ട് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്താണ് നമ്മുടെ ഒരു റൗട്ടറിന്റെ വലിയ കടമ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നിലധികം വഴികൾ വരുന്ന സമയത്ത് അതിനകത്ത് ബെസ്റ്റ് പാത്ത് ഫൈൻഡ് ചെയ്ത് നമ്മളവിടെ എത്തിക്കുക എന്നുള്ളതാണ് എല്ലാ റൗട്ടിംഗ് പ്രോട്ടോക്കോളും അല്ലെ, ബേസിക്കലി എല്ലാ റൗട്ടിംഗ് പ്രോട്ടോക്കോളിന്റെയും ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മുടെ മറ്റുള്ള റൗട്ടിംഗ് പ്രോട്ടോകോൾസ് എല്ലാം എന്താ ചെയ്യാറ്? ആദ്യം കൺസിഡർ ചെയ്യുന്നത് എന്താ? ഒരു 2 വഴികൾ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ബെസ്റ്റ് പാത്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നോക്കുന്ന ക്രൈറ്റീരിയ എക്സലന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്റ്റൻസ്. എല്ലാ റൗട്ടിംഗ് പ്രോട്ടോകോൾസും എന്തുണ്ടാവും? AD വാല്യൂ ഉണ്ടാവും. ആ AD വാല്യൂ നോക്കിയിട്ട് ലോവസ്റ്റ് AD വാല്യൂ വിൽ ബി സെലക്ട് ആസ് ബെസ്റ്റ് പാത്ത്. ഇനി അത് മാച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ നോക്കുന്ന ഒരു കാര്യമുണ്ട്,
മെട്രിക്, നമ്മൾ EHRP-കകത്തും വോയിസിനകത്തൊക്കെ മെട്രിക് കേട്ടിട്ടുണ്ടാവും. EHRP മെട്രിക് ഓർമ്മയുണ്ടോ? ഒരു 5 വാല്യൂസ് 1544, 20,000, 255 അപ്പൊ മറ്റു കുറച്ച് വാല്യൂസ് അവിടെ ഒരു ക്രൈറ്റീരിയ, 2 ക്രൈറ്റീരിയ മാക്സിമം. വോയിസിനകത്ത് അതുപോലെ തന്നെ 2 ക്രൈറ്റീരിയ കാണും. പക്ഷെ ഇവിടെ നോക്കിക്കേ എത്ര ക്രൈറ്റീരിയ കിടക്കുന്ന നോക്കി ലെഫ്റ്റ് സൈഡിൽ ക്രൈറ്റീരിയ വരുന്നുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഹ്യൂജ് അല്ലെ, ഹ്യൂജ് പ്രോട്ടോകോൾ ആണ് നമ്മുടെ BGP എന്ന് പറയുന്നത്. ഒരുപാട് ടാസ്കുകൾ വരുന്നുണ്ട്. നമുക്ക് ഏത് ടാസ്ക് ഉപയോഗിച്ചാണെങ്കിലും ഏത് റൂട്ട് വേണമെങ്കിലും ബെസ്റ്റ് ആക്കി മാറ്റാം. ഓക്കെ, അത് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന റൂട്ട് മതി എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനുവലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞു കൊടുക്കാൻ പറ്റും. ബിക്കോസ് ISP-കകത്ത് ഒരുപാട് റൂട്ട്സ് ഉണ്ടാവും. ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന റൂട്ട് ഒന്നായിരിക്കും, ഡൗൺലോഡ് ചെയ്യുന്ന റൂട്ട് ഒന്നായിരിക്കും. ഓക്കെ, അപ്ലോഡിങ് ഡൗൺലോഡിങ് വരുന്ന സമയത്ത് സെയിം പാത്ത് അല്ല എന്നുണ്ടെങ്കിൽ ഫയർവാൾസ് ആണെങ്കിൽ എന്ത് ചെയ്യില്ല, ഒരിക്കലും അലോ ചെയ്യില്ല. ഇതാരാ ഞാൻ റിക്വസ്റ്റ് അയക്കാൻ തിരിച്ചു വന്നിരിക്കുന്നത്, ആ രീതിയിൽ എടുക്കും. അതല്ലാത്ത സിറ്റുവേഷനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫയർവാൾ ഇല്ല എങ്കിൽ അപ്ലോഡിങ്ങും ഡൗൺലോഡിങ്ങും ഒക്കെ നിങ്ങൾക്ക് വേറെ വേറെ പാത്തുകളൊക്കെ ആക്കി മാറ്റാൻ വേണ്ടി പറ്റും, റൂട്ട് തിരിച്ചുവിടാൻ വേണ്ടി പറ്റും ട്രാഫിക്സിന്. എന്ന് പറയുന്ന പോലെ ഒരുപാട് ക്രൈറ്റീരിയസ് എവിടെ വരുന്നുണ്ട്, നമ്മുടെ BGP-കകത്ത് വരുന്നുണ്ട്. BGP-യുടെ മെട്രിക്കിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ മെട്രിക് കാൽക്കുലേഷൻ വേണ്ടി വിളിക്കുന്ന പേരാണ് എന്ത്, BGP പാത്ത് ആട്രിബ്യൂട്ട്സ് എന്ന്. അതിനകത്ത് നമുക്കൊരു മൂന്നെണ്ണം വരെ നമുക്ക് ചെയ്തു നോക്കാനുണ്ട്. ഓക്കെ, ബാക്കിയുള്ള കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CCI ആവും. ഓക്കെ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ ഫസ്റ്റ് വൺ ഒരു കാര്യം പറയുന്നുണ്ട്, വെയിറ്റ് ആട്രിബ്യൂട്ട്. പ്രിഫർ ദ റൂട്ട് വിത്ത് ദ ഹൈയസ്റ്റ് വെയിറ്റ്. നമുക്ക് ഡിസൈഡ് ചെയ്യാം. വെയിറ്റ് എന്ന് പറയുന്നത് പ്രോട്ടോകോൾ ആണെന്ന് ചോദിച്ചാൽ അല്ല, ഒരു കീവേഡ് മാത്രമാണ്. അപ്പൊ അത് എന്തിനു വേണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്നു, ഇങ്ങനെ പാത്ത് സെലക്ഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ നിങ്ങൾ മാനുവലി ഒരു വെയിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ടോപ്പോളജി പ്രകാരം എനിക്കറിയാം ഏതാണ് ബെസ്റ്റ് റൂട്ട്, എനിക്കറിയാം ഇതിലൂടെ പോകുമ്പോഴാണ് എനിക്ക് ഡെസ്റ്റിനേഷൻ എത്താനുള്ള ബെസ്റ്റ് റൂട്ട്. ഓക്കെ, ഇതെന്താണ്, കുറച്ച് ലെങ്തി ആണല്ലേ, കുറച്ച് ASകൾ എന്താണ് കൂടുതലായി വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കുറഞ്ഞ AS പാത്ത് വഴിയായിരിക്കും ട്രാവൽ ചെയ്യുന്നത്, അത് വിട്ടേക്ക്. അപ്പൊ ഈ റൂട്ട് ഞാൻ വെയിറ്റ് കൂടുതൽ സെറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. എക്സാമ്പിൾ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വാല്യൂ ആണ്. ഈ റൂട്ട് ഞാൻ വെയിറ്റ് ഒരു 500 ആക്കി എന്ന് വിചാരിക്കുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി എല്ലാ ട്രാഫിക് ഏതിലൂടെ പോകും, ഈ റൂട്ട് വഴിയായിരിക്കും പോകുന്നത്. ക്ലിയർ, പറഞ്ഞു പോകാൻ മനസ്സിലായോ? യെസ്. അപ്പോ എനിക്കറിയാം ബെസ്റ്റ് പാത്ത് മേലെ കൂടെ പോകുന്നതിന് അറിഞ്ഞാലും ഞാൻ സെറ്റ് ചെയ്യുവാണ് വെയിറ്റ്. പിന്നെ ഒരിക്കലും എന്ത് സംഭവിക്കില്ല, ഈ താഴത്തെ കണക്ഷൻ മാറില്ല. നിങ്ങൾ ഇതിനകത്ത് വന്നിട്ട് എന്ത് എഡിറ്റ് ചെയ്താലും ഏത് AS ആട്രിബ്യൂട്ടിനകത്ത് വന്ന് എഡിറ്റ് ചെയ്താലും ഒന്നും സംഭവിക്കില്ല. ബിക്കോസ് ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനാ കൊടുത്തിരിക്കുന്നത്, പ്രിഫർ വിത്ത് ഹയസ്റ്റ് വെയിറ്റിനെ കൊടുത്തിരിക്കുന്നത്. അപ്പം വെയിറ്റ് ഇല്ല എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അടുത്ത ടാസ്ക് നോക്കുകയുള്ളൂ. പറയുന്ന പോയിന്റ് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യം നിങ്ങൾ വെയിറ്റിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം വാല്യൂ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ റൗട്ടർ എന്ത് ചെയ്യില്ല, നിങ്ങൾ എന്തൊക്കെ ആട്രിബ്യൂട്ട് വെച്ച് പറഞ്ഞാലും എന്ത് സംഭവിക്കില്ല, അടുത്ത റൂട്ട് ബെസ്റ്റ് ആയി മാറില്ല. അപ്പൊ ഫസ്റ്റ് പ്രിഫറൻസ് എന്തിനാണ്, വെയിറ്റ് എന്ന് പറയുന്ന വാല്യൂവിനാണ് കൊടുത്തിരിക്കുന്നത്. അത് ലോക്കലി നമ്മൾ കൊടുക്കുന്നതാണ്. 2 കണക്ഷൻസ് ഉണ്ടെങ്കിൽ ഏത് കണക്ഷൻ വേണമെന്നുള്ളത് നമുക്ക് ലോക്കലി എന്ത് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്ത് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ബെസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്, ലോക്കൽ പ്രിഫറൻസ്. ഓക്കെ, ആദ്യം നമുക്ക് വെയിറ്റ് ആയിട്ട് ലാബ് ചെയ്ത് അതൊന്ന് ക്ലിയർ ആയി മനസ്സിലായ ശേഷം ഞാൻ എന്ത് ചെയ്യാം, ലോക്കലിനെ കുറിച്ച് പറയാം. എല്ലാം കൂടി പറഞ്ഞിട്ട് ഞാൻ ലാബ് ചെയ്യുന്നില്ല, ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ ഓരോന്നും തന്നെ നമുക്ക് എന്താണ് ഒരുപാട് ചെയ്ത് നോക്കാറുണ്ട്. ഈ കാണുന്ന ടോപ്പോളജിയാണ് ഇത്, ഇഷ്ടം എടുത്ത് വെച്ചോട് വേണമെങ്കിൽ ബെസ്റ്റ് പ്രാക്ടീസ് എന്ന നിലയ്ക്ക് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, അടുത്ത ആട്രിബ്യൂട്ട് എന്താണെന്നുള്ള കാര്യം. ഇതാണ് നമുക്ക് ചെയ്ത് നോക്കാനുള്ള. അല്ലാതെ ഞാൻ ഓൾറെഡി ഇത് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊരു വിശ്വാസം. അല്ലെങ്കിൽ എന്താണ്, ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഒന്നും വരുന്നില്ല. എന്ത് മാത്രം വരുന്നുള്ളൂ, ഇനീഷ്യലും റൗട്ടിങ് മാത്രം വരുന്നുള്ളൂ. നമുക്ക് ആട്രിബ്യൂട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വിശ്വാസമാണ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എല്ലാം ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്കൊന്ന് നോക്കാം, ഈ ലാബ് ഉണ്ടോ ഇല്ലയോ നോക്കാം. നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, നിങ്ങൾക്ക് ലാബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ലാബ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലും റൗട്ടിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയാം ഇതിനകത്ത് ഏതാ ബെസ്റ്റ് റൂട്ട് സെലക്ട് ചെയ്യുന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 3 എന്താണ്, നമ്മൾ മാനുവലി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്ത് ഏത് ബെസ്റ്റ് പാത്ത് വേണമെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ കാണുന്ന വാല്യൂസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ബെസ്റ്റ് വേണം ഏത് സെക്കൻഡറി വേണം എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്നാൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക, ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ നോക്കുന്ന എന്താണ്, ഷോർട്ടസ്റ്റ് AS പാത്ത്. ഓക്കെ, എന്താ നോക്കുന്നത്, 4ാമത്തെ ആട്രിബ്യൂട്ട് എന്താണ്, ലോവസ്റ്റ് AS പാത്ത് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ്
എസ് പാത്ത്. അപ്പൊ ആ ഒരു ബേസിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഇതിനകത്ത് ഏതായിരിക്കും ബെസ്റ്റ് റൂട്ട്. നമ്മൾ ഇനീഷ്യലും റൗട്ടിങ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ 5000 വഴി പോകുന്നതായിരിക്കും ബെസ്റ്റ് റൂട്ട് അല്ലെ. ഇവിടെ എത്ര എസ് വരുന്നുണ്ട്? 1, 2, 3. ബട്ട് ഇതിലൂടെ പോകുമ്പോഴോ 1, 2, എക്സാമ്പിൾ ഇതുവഴിയാണെങ്കിൽ 4, അല്ല 1, 2, 3, 4. ഇതിലൂടെ പോവുകയാണെങ്കിലും എന്താണ് 4 വരാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഏതായിരിക്കും ബെസ്റ്റ് പാത്ത്? R7 വഴി പോകുന്നതായിരിക്കും നമ്മുടെ എന്തായിട്ട് വരുന്നത് ബെസ്റ്റ് പാത്തായി നമുക്ക് വരുന്നത്. അപ്പോ ഇനീഷ്യലും റൗട്ടിങ് ചെയ്യുന്നതിനകത്ത് അഡീഷണൽ ആയിട്ട് ഒരു വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം R2 പറയുന്ന റൗട്ടർ എന്താണ്? ഒരു EBGP ആണ്. R7 എന്താണ്? ഒരു EBGP ആണ്. ഇങ്ങേരെന്താണ്? അതുകൊണ്ട് തന്നെ R2 നും R7 നും അഡീഷണൽ ആയിട്ട് ഇനീഷ്യൽ റൗട്ടിംഗ് അല്ലാതെ അഡീഷണൽ ആയിട്ട് എന്ത് പറഞ്ഞു കൊടുക്കണം? ആലോചിച്ച് പറയും. R2 നും R7 നും. യെസ്, എക്സലന്റ്. നെക്സ്റ്റ് ഹോപ്പ് ആ ഒരു കമാൻഡ് മാത്രമേ ഈ ടോപ്പോളജിക്കകത്ത് അഡീഷണൽ വരുന്നുള്ളൂ. ബാക്കി എന്താണ്? ജസ്റ്റ് ഇനീഷ്യൽ കോൺഫിഗറേഷൻ, നൈബർ പറഞ്ഞു കൊടുക്കുക, നെറ്റ്വർക്ക് പറഞ്ഞു കൊടുക്കുക. വേറെ ഒന്നും തന്നെ വരുന്നില്ല. അതുകൊണ്ട് അത് മാത്രം ഞാൻ എടുത്തു പറഞ്ഞത്. അത് നിങ്ങൾ ലാബ് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ R1 നിന്ന് ഷോയ്ക്ക് BGP പഠിക്കുമ്പോൾ എല്ലാത്തിനും എന്താ നെക്സ്റ്റ് ഹോപ്പ് എന്തായിരിക്കും? ഇതായിരിക്കും കാണിക്കുന്നത്. അത് തെറ്റല്ലേ? റോങ് ആണ്. അതുകൊണ്ട് തന്നെ R2, R7, R1 എന്ത് പറയണം? തന്റെ നെക്സ്റ്റ് ഹോപ്പ് താൻ തന്നെ ചെയ്യൂ എന്നുള്ള കമാൻഡ് അഡീഷണൽ വരണം. അല്ലാതെ ഈ ടോപ്പോളജിക്കകത്ത് വേറെ ഒന്നും തന്നെ വരുന്നില്ല. ഇനി ഈ ടോപ്പോളജിക്കകത്ത് എല്ലാ പാത്തുകളും ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇയാളായിരിക്കും ബെസ്റ്റ്. അപ്പൊ ഈ കണക്ഷൻ എന്ത് ചെയ്യാം? ഒന്ന് ഡിസ്കണക്ട് ചെയ്യാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറഞ്ഞ പ്രകാരം അടുത്ത വഴി എന്ത് ചെയ്യും? ഏതിലും ഒരെണ്ണം ചൂസ് ചെയ്യും അല്ലേ? എക്സാമ്പിൾ ഇതായിരിക്കും ചൂസ് ചെയ്യാന്ന് വിചാരിച്ചോളൂ. എക്സാമ്പിൾ. അപ്പൊ ഇതിലൂടെയാണ് നമുക്ക് കണക്ഷൻ ഇങ്ങോട്ട് പോകുന്നതെങ്കിൽ ഈ കണക്ഷൻ എന്ത് ചെയ്യാം? ഡൗൺ ആക്കാം. അപ്പൊ നമുക്ക് ഏതിലൂടെ പോകാൻ പറ്റണം? ഈ പോയിന്റ് വഴി പോകാൻ പറ്റണം. ഓക്കെ, അത്രയും ചെയ്താലും നമുക്ക് ഈ ടോപ്പോളജി എന്താണ്? എല്ലാ പാത്തുകളും ആക്റ്റീവ് ആണെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിന് R1 ഇരുന്നുകൊണ്ട് റേസ് കമാൻഡ് അടിക്കുക. ഈ കാണുന്ന ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് എക്സാമ്പിൾ 172.16.0.1 കൊടുക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ കാണിച്ചു തരണം? ഫസ്റ്റ് വഴിയാണെങ്കിൽ എന്ത് കാണിച്ചു തരും? 13.2, 30.2, പിന്നെ 78 ആയിരിക്കും കാണിക്കുന്നത്. ദെൻ ഈ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവഴി എക്സാമ്പിൾ, ഇതുവഴി എക്സാമ്പിൾ, ഇതുവഴി ഇങ്ങോട്ട്. ഇനി ഇതും ഡിസ്കണക്ട് ചെയ്ത് ചെക്ക് ചെയ്താൽ ഈ പോയിന്റ് വഴി ഇതുവഴി ഇവിടെ എത്താം. ഇങ്ങനെ നമുക്ക് ടോപ്പോളജി എന്ത് ചെയ്യാം? ട്രേസ് അടിച്ച് എല്ലാ പാത്തുകളും ആക്റ്റീവ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതിലോട്ട് പോകുന്നതിന് മുമ്പ് ടോപ്പോളജി ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? പെർഫെക്റ്റ്ലി ഓക്കെ ആക്കണം. ഈ രീതിയിൽ വേണം നമ്മൾ ചെക്ക് ചെയ്ത് കോൺഫിഗറേഷൻസ് കൊടുക്കാനായിട്ട്. നോക്കാം ബാക്കി ടോപ്പോളജി എന്താ? എനിക്ക് പണിയായിരിക്കും. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ബാച്ചിലാണ് ഞാൻ ക്ലാസ്സസ് എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്. മുന്നോട്ട് വരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ക്ലാസ് പെട്ടെന്ന് കഴിയും. അത് വേറെ കാര്യം. നിങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം ദയവ് ചെയ്തിട്ട്.
ഗ്രൂപ്പ് എന്തെങ്കിലും കാണാനൊന്ന് പറയണേ. ചിലപ്പോൾ എഡ്ജിലൊക്കെ ആയിരിക്കും സേവ് ചെയ്തിരുന്നത്. കാണാണ്ട് അല്ല വീട് ചെറിയ വീട് ഓക്കെ ഓക്കെ ആ കാണുന്നു രാവിലെ കണ്ടിട്ട് സെർച്ച് ബാറിൽ ട്രിപ്പ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് ഫിൽറ്റർ എന്തോ ആകും. നിങ്ങൾ പറഞ്ഞോ. സെർച്ചില് ഇത് ചെയ്തത് നിങ്ങൾ ലാബ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ സേവ് ചെയ്യാറില്ല. ഓരോ ദിവസവും ഓരോരുത്തർ ചെയ്യുക. അതുകൊണ്ട് ഞാൻ നോട്ട് ചെയ്യാറില്ല. കഥ പറഞ്ഞു തരുമ്പോ ആടാ സാർ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. പേര് മിക്കവാറും കൊടുക്കാറില്ല ഞാൻ. അപ്പൊ പ്രശ്നമില്ല. DGP കൊടുത്താലും വിളിക്കാൻ ഓക്കെ സോറി ഓക്കെ ബാക്കി പറ ഇനി വാപ്പ പറഞ്ഞു
ടോപ്പോളജി ഉണ്ട് പക്ഷേ ഇല്ല ഇത് തൊട്ട് മുമ്പുള്ള ഇവിടെ ഒരു class. ALS, ഇവിടെ നോക്ക്.